മോർണിംഗ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളെ മോർണിംഗ് ഡ്രൈവ് എന്ന് പറയുന്നത് ചെന്നൈ കവലയാണ്. അപ്പോൾ ചെന്നൈ കവലയിലെത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പോൾ എല്ലാവരും കൂടെ പോകുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ യാത്ര തുടങ്ങിയത് സിവിൽ സ്റ്റേഷനിൽ നിന്നാണ് കേട്ടോ. കൽപ്പറ്റ സിവിൽ സ്റ്റേഷനിൽ നിന്നുമാണ്. പിന്നെ ഈ ചെന്നൈ കവല എന്ന് പറയുന്നത് ശരിക്കും ഒരു ഉൾനാടൻ വനഗ്രാമമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഒരു കാടിൻ്റെ അടുത്തുള്ളൊരു ഗ്രാമമാണ് ശരിക്കും. അങ്ങോട്ടേക്ക് എത്തിച്ചേരാൻ ഇപ്പം KSRTC ബസ് സർവീസൊക്കെ ഉണ്ട്. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു 1-2 തവണ ചെന്നൈ കവല എന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡ് വെച്ചിട്ട് KSRTC പോകണത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. സുഗന്ധഗിരി റോഡല്ലേ? സുഗന്ധഗിരി റോഡ്. ഇതിൽ കൂടെ പോയിട്ട് നമുക്ക് പുക്കോടേക്ക് കട്ട് ചെയ്യാൻ ചെയ്യും. ഇപ്പം നരിക്കോട് മുക്ക് എന്ന് പറയുന്ന സ്ഥലമുണ്ട് നമ്മൾ കണ്ടേ. അപ്പം അവിടുന്ന് വലത്തേക്ക് പോകണം നമ്മൾ ചെന്നൈ കവല എത്താൻ കേട്ടോ. ഇത് ഏതാ സ്ഥലം? പള്ളിയാ. ഇതാണ് കോളിച്ചാൽ എന്ന് പറയുന്ന സ്ഥലം. ഇത് കോളിച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ കേട്ടോ. കോളിച്ചാല് ഇത് നല്ല രസമുള്ള റോഡാണ്. കാണിച്ചു തരാം. ഒരു ഗ്രാമത്തിലെ ഇടവഴികളിലൂടെ പോകുന്ന ഒരു ഫീലാണ് നമുക്ക് വണ്ടിയിൽ ഇതിൽ കിട്ടണം കേട്ടോ. ഇവിടെ കാണാൻ നല്ല ഭംഗിയുണ്ട്, പക്ഷെ റോഡ് ആകെ പൊട്ടിപ്പൊളിഞ്ഞ് അലങ്കോലായി കിടക്കാണ് കേട്ടോ. ശരിക്കും ഓഫ് റോഡ് ഡ്രൈവിംഗ് എന്നൊക്കെ പറയില്ലേ, ഏകദേശം അതേ ഫീലിലാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കണത്. ഇപ്പൊ നമ്മൾ നല്ലൊരു റോഡിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. സുഗന്ധഗിരിയില് ഓഫ് റോഡ് ഡ്രൈവിംഗ് ഒക്കെ മാറിയിട്ട് നല്ലൊരു റോഡിലോട്ട് കയറിയിട്ടുണ്ട്. ഇത് ശരിക്കും കാട്ടിനുള്ളിൽ കൂടെ പോകുന്ന പോലെ ഒരു ഫീലിംഗ് അല്ലേ? അല്ലേ? കറക്റ്റ്. ഇവിടെ ആദിവാസി കോളനികളൊക്കെ ഉണ്ട് കേട്ടോ ഇതിന് മുകളിലേക്ക്. ഉറങ്ങിയിട്ട് പിന്നെ മുന്നോട്ട് പോകണ്ടാവും. സംഭവം ഭയങ്കര അല്ലേ? കറക്റ്റ് കാടാട്ടോ. ചെന്നൈ കവല റൂട്ട് അറിയില്ല, നമ്മളെ പോക്കുവാൻ. നളചരിതം കഥയിൽ ദമയന്തിയോ, കണ്ണാശ്രമത്തിൽ കാവ്യ ശകുന്തളയോ, ഉമർഖയാമിൻ കവിത തുളുമ്പുന്ന മധുപാത്രമോ. പൊന്നോട് കുഴലിൽ വന്നൊളിച്ചിരുന്നു. പാട്ട് പാടി എന്റെ തൊണ്ട പോയി ഗൈസ്. എത്ര കാലം ഞാൻ നിന്നൊക്കെ പഠിപ്പിക്കുന്നു. 60 വയസ്സായ കല്യാണത്തിന്റെ ഇതിന് പാടിയ പാട്ട്. നിങ്ങൾ ഏതാണ് അവിടെ പോയി പാടിയത്? കല്യാണേ കാലൻ വന്ന് വിളിച്ചു തലയിറങ്ങി ചെന്ന് അതൊക്കെ പറഞ്ഞൊരു പാട്ട്. കുന്നുമ്മൽക്കാവോ എന്താ സ്ഥലത്തിന് പേര്? കുന്നുമ്മൽക്കാവ്. സുഗന്ധഗിരി കുന്നുമ്മൽക്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മളെത്തി കേട്ടോ. ശരിക്കും നമ്മള് സത്യം പറയട്ടെ, എനിക്ക് ചുരത്തിൽ കൂടെ പോകുന്നതിനേക്കാളും ഒരു കാട്ടിലൂടെ പോകുന്ന ഒരു ഫീല് കറക്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ ഇതിലെ പോകുമ്പോ. നമ്മള് സത്യം പറഞ്ഞാലേ രാവിലെ തന്നെ കാട് കയറാൻ പോയൊരു മൂടാണ് കേട്ടോ. സത്യം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഞാൻ ജനിച്ചതും വളർന്നൊക്കെ കാടിന്റെ നടുക്കാം. അപ്പൊ ഇന്നത്തെ പപ്പ കാട്ടുവാസില്ല കേട്ടോ വെറുതെ പറയണേ. പക്ഷെ എന്റെ വീട് ശരിക്കും ഒരു ഫോറസ്റ്റിനുള്ളായിരുന്നു. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് വളർന്നതും. അതുകൊണ്ട് കാട്ടിലൂടെയുള്ള യാത്രയൊക്കെ എനിക്ക് ഭയങ്കര നമ്മൾ വരുന്ന വഴിക്ക് ഒരു നീരൊഴുക്ക് കണ്ടിട്ടുണ്ട്. അത് കണ്ടപ്പോ ഇവിടെ സൈഡാക്കിയതാണ് കേട്ടോ.
ഗൈസ്, നിങ്ങൾക്ക് കാട്ടിലൂടെയുള്ള യാത്ര ഇഷ്ടമാണോ? കാട്ടിലൂടെയുള്ള യാത്ര ഇഷ്ടമാണെങ്കിൽ ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങൾ ശരിക്കും എൻജോയ് ചെയ്യും. നമ്മളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് ചെന്നൈ കവലയിലേക്കുള്ള യാത്രയിൽ കണ്ടെത്തിയ ഒരു നീരൊഴുക്കിലാണ് കേട്ടോ. ശരിക്കും ഭയങ്കര നല്ലൊരു അമൃത പോലുള്ള വെള്ളമാണ്. ഇവിടെ നമുക്ക് ഇരിക്കാനൊക്കെ ഒരു സ്പേസ് ഉണ്ട് കണ്ടോ. ഇവിടെ ഇങ്ങനെ ഒരു ബണ്ട് കെട്ടിയ പോലെ കെട്ടിയിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല അടിപൊളിയാണ്. പക്ഷെ അതിനേക്കാൾ സങ്കടം എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടോ, പ്ലാസ്റ്റിക് ബോട്ടിൽസ് കിടക്കുന്നത് കണ്ടോ. ഈ പ്ലാസ്റ്റിക് ബോട്ടിൽസും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഒക്കെ ഇടുന്നത് എത്രമാത്രം നീചമായ പ്രവൃത്തിയാണെന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് കേട്ടോ. ഇത്രയും നല്ലൊരു ഏരിയയിൽ കൊണ്ടുപോയിട്ട് പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഒക്കെ കാണുമ്പോൾ സങ്കടം വരും. നമ്മൾ നീന്തേണ്ട ഭാഗത്ത് അപ്പൊ നമ്മള് നീന്തുന്ന കുറച്ച് വീഡിയോ ഞങ്ങൾ വേറെ വീഡിയോയിലിടും. അത് എല്ലാവരും കാണണം. അപ്പൊ ഇപ്പൊ നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോവാണ്. അപ്പൊ വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ മറ്റൊരാളാണോ ഇത് കവർ ചെയ്യുന്നതെന്നുള്ള സംശയം നിങ്ങൾക്ക് ഉണ്ടായിട്ട്, കാരണം ഗുണ്ടുവിന്റെ മേക്കപ്പ് ഒഴുകി പോവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒടുക്കം നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ കണ്ടെത്തി ഗൈസ്. നമ്മൾ ചെന്നൈ കവല കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ചെന്നൈ കവലയിലെ കാഴ്ചകളുമായിട്ട് ഇതാ ഞാൻ വന്നുകേ വരികേ. പൂസും കിച്ചണിയും വെള്ളത്തിൽ ചാടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. രണ്ടും കൂടെ വേറെ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, സ്പെയർ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് വെള്ളത്തിൽ ചാടാനുള്ള പരിപാടിയാണ്. അമ്പൂസും അപ്പാണി ഇറങ്ങി കേട്ടോ, വെള്ളത്തിലിറങ്ങിയവർ. അമ്പൂസേ, ആഴില്ലാത്തടത്ത് പോണേ. അപ്പൂസും കിച്ചാണിയും കൂടി അവിടെ കിടന്ന് കുത്തി മറിയാണ് കേട്ടോ. ശരിക്കും അവർക്ക് ഭയങ്കര സന്തോഷമായി. അവർക്ക് വെള്ളത്തിൽ ചാടുക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര സന്തോഷമാണ്. ഇത് ഇരട്ടി സന്തോഷമായി. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. പണി നോക്ക്, മെല്ലെ മെല്ലെ മെല്ലെ. വാവ്, അടിപൊളി.
ലാവണ്യോടെ പെബിൾസ് പെറുക്കി എടുക്കുകയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള പെബിൾസ് ഉണ്ട് അവൻ്റെ കയ്യിലിപ്പോൾ. നോക്ക്, അടിപൊളിയാണ് കേട്ടോ. ഇത് എന്ത് രസം അറിയോ, കാടിന്റെ നടുക്ക് ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം എന്ത് രസമാണ് നോക്കിയേ. ഇഷ്ടായോ കിച്ചണിക്ക്? ഇഷ്ടായോ? നീന്താൻ ശ്രമിക്കുകയാണോ? നീന്താൻ ശ്രമിക്കുകയാണോ? കുട്ടികളെ മാത്രം വെള്ളത്തിലിറക്കാന്നുള്ളൊരു അജണ്ട കൊണ്ട് വന്നാണ് കേട്ടോ. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ സത്യം പറയാം എനിക്കടക്കം വെള്ളത്തിൽ ചാടാൻ തോന്നുന്നുണ്ട്. സ്വച്ഛന്തമായി ഒഴുകുന്ന കാട്ടരുവി. ആ കാട്ടരുവി നല്ലൊരു വെള്ളച്ചാട്ടം. എന്ത് രസമാണെന്നറിയോ, നല്ല തെളിഞ്ഞേ, ഭയങ്കര തണുപ്പ്. തണുപ്പ് ആസ്വദിക്കാൻ കഴിയണവര്, അല്ലെങ്കിൽ തണുപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക്, വെള്ളത്തിൽ ചാടാൻ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ലൊക്കേഷനാണ് കേട്ടോ ചെന്നൈ കവല. നമ്മളുടെ പേരെടുത്തു. അങ്ങനെയല്ല എഴുതുക. ഇത് പിടിക്ക്, ഞാൻ എഴുതാം. മിലൻ ആൻഡ് സൗരവ്. നമ്മുടെ പേരിലുള്ള കല്ലുണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ വെക്ക്, നമുക്ക് അതൊരു ഫോട്ടോ എടുക്കാം. ഇവിടെ വെക്ക്, നടുക്ക് വെക്ക്. ആ നൈസ്. ചുറ്റും അടിപൊളിയായിരുന്നു. സൂപ്പർ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കണം കേട്ടോ. ശരിക്കും നന്നായി എൻജോയ് ചെയ്തു കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയുണ്ടാവും എത്രമാത്രം നമ്മൾ എൻജോയ് ചെയ്തു ഇന്നത്തെ ഈ എപ്പിസോഡ് എന്നുള്ളത് കേട്ടോ. ഇന്നത്തെ ഈ യാത്ര എന്നുള്ള കാട്ടിലൂടെയുള്ള യാത്ര, കാട്ടിലെ അരുവി, അവിടെയുള്ള കുഞ്ഞു വെള്ളച്ചാട്ടം ഒക്കെ അടിപൊളിയായിരുന്നു. അപ്പം എന്തായാലും ഈ വീഡിയോ കാണുന്നവർ ഒരു തവണയെങ്കിലും ഒന്ന് ചെന്നൈ കവല വരെ വരണേ. ഇതെൻ്റെ റിക്വസ്റ്റാണ്. ഭയങ്കര അടിപൊളി, നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അടുത്ത ഒരു നല്ലൊരു ലൊക്കേഷനുമായിട്ട്, നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.